പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2026 തുടങ്ങിയപ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു, എന്തൊക്കെ തീരുമാനങ്ങളായിരുന്നു. നേരത്തെ എണീക്കണം, ദേഷ്യപ്പെടരുത്, ഫുഡ് കൺട്രോൾ ചെയ്യണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, ബൈബിള് വായിക്കണം, തെറി പറയരുത്, കള്ള് കുടിക്കരുത്, ഇനി പുകവലിക്കണ്ട. എന്തുമാത്രം തീരുമാനങ്ങൾ നിങ്ങൾക്കറിയാം. ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആഗ്രഹിച്ച പോലെ മുന്നേറാൻ പറ്റിയില്ല. സാരമില്ല, വിഷമിക്കരുത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ നമ്മളോട് പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല, മറിച്ച് പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട യേശുക്രിസ്തു. അതുകൊണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാപുരവും ലഭിക്കാൻ വേണ്ടി ആ കൃപയുടെ സിംഹാസനത്തെ നമ്മൾ സമീപിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല തീരുമാനങ്ങളായിരുന്നു, നല്ല ആഗ്രഹങ്ങളായിരുന്നു. അത് പൂർണ്ണ വിജയത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ യാത്രയിലാണ്. ഈ യാത്രയിൽ കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് കുറ്റബോധം ഉണ്ടാകരുത്, പരിപാടി നിർത്തരുത്, ഇതൊന്നും നടക്കില്ല എന്ന് പറയരുത്. ഇതെൻ്റെ വീട്ടിൽ നടക്കില്ല, എൻ്റെ ലൈഫിൽ നടക്കില്ല, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അത് അപ്പൻ്റെ സ്വഭാവമാണ്, അമ്മയുടെ സ്വഭാവമാണ്, ഈ വീട്ടിൽ നടക്കില്ല, ഈ ജോലി സ്ഥലത്ത് നടക്കില്ല, ഈ നാട്ടിൽ നടക്കില്ല, ഇങ്ങനെ ഒന്നും പറയരുത്. ഇതെല്ലാം നടക്കും. ഒരു കാര്യം ചെയ്യണം, ഈശോയുടെ അടുത്തേക്ക് കൂടെ കൂടെ ഓടി ചെന്ന് എളിമയോടെ അവിടുത്തെ കൃപ സ്വീകരിക്കണം. അപ്പോൾ 2026 അനുഗ്രഹമായി മാറും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2026 തുടങ്ങിയപ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങളായിരുന്നു, എന്തൊക്കെ തീരുമാനങ്ങളായിരുന്നു. നേരത്തെ എണീക്കണം, ദേഷ്യപ്പെടരുത്, ഫുഡ് കൺട്രോൾ ചെയ്യണം, എല്ലാ ദിവസവും പള്ളിയിൽ പോകണം, ബൈബിള് വായിക്കണം, തെറി പറയരുത്, കള്ള് കുടിക്കരുത്, ഇനി പുകവലിക്കണ്ട. എന്തുമാത്രം തീരുമാനങ്ങൾ നിങ്ങൾക്കറിയാം. ഒത്തിരി ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരുന്നു. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആഗ്രഹിച്ച പോലെ മുന്നേറാൻ പറ്റിയില്ല. സാരമില്ല, വിഷമിക്കരുത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ നമ്മളോട് പറയുന്നു, നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല, മറിച്ച് പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെപ്പോലെ പരീക്ഷിക്കപ്പെട്ട യേശുക്രിസ്തു. അതുകൊണ്ട് വേണ്ട സമയത്ത് കരുണയും കൃപാപുരവും ലഭിക്കാൻ വേണ്ടി ആ കൃപയുടെ സിംഹാസനത്തെ നമ്മൾ സമീപിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നല്ല തീരുമാനങ്ങളായിരുന്നു, നല്ല ആഗ്രഹങ്ങളായിരുന്നു. അത് പൂർണ്ണ വിജയത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ ആ യാത്രയിലാണ്. ഈ യാത്രയിൽ കർത്താവ് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് കുറ്റബോധം ഉണ്ടാകരുത്, പരിപാടി നിർത്തരുത്, ഇതൊന്നും നടക്കില്ല എന്ന് പറയരുത്. ഇതെൻ്റെ വീട്ടിൽ നടക്കില്ല, എൻ്റെ ലൈഫിൽ നടക്കില്ല, എൻ്റെ സ്വഭാവം എങ്ങനെയാണ്, അത് അപ്പൻ്റെ സ്വഭാവമാണ്, അമ്മയുടെ സ്വഭാവമാണ്, ഈ വീട്ടിൽ നടക്കില്ല, ഈ ജോലി സ്ഥലത്ത്